നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മാറുന്ന ജീവിതശൈലിക്ക് അനുസരിച്ച് ജീവിതശൈലി രോഗങ്ങളും കൂടുന്നു. ഒപ്പം ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണവും കൂടി വരുന്നു. ഈ രോഗങ്ങൾ എങ്ങനെ തടയാം, എങ്ങനെ നിയന്ത്രിക്കാം എന്ന വിഷയം തന്നെയാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്നും ഡോക്ടർ ശ്രീജിത്ത് എച്ച് ദാസ് കൂടി ചേരുന്നു. കേരള ഹെൽത്ത് സർവീസിലെ പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് ഡോക്ടർ. ഡോക്ടർ നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ ആദ്യം തന്നെ ചോദിക്കുകയാണ്, എന്താണ് ഈ ജീവിതശൈലി രോഗം? ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ആ പേര് പറയുന്ന പോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതശൈലി കൊണ്ടുണ്ടാവുന്ന രോഗാവസ്ഥ. അപ്പൊ അത് മിക്കവാറും പകർച്ചേതര വ്യാധിയായിട്ടാണ് നമ്മളിപ്പോൾ കണക്കാക്കുന്നത്. ഉദാഹരണം, നമ്മൾ ഈ ഷുഗർ എന്ന് പറയുന്ന ഡയബറ്റിസ്, രക്താതി സമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, നമ്മൾ BP, പ്രഷർ എന്നൊക്കെ പറയുമല്ലോ, രക്താതി സമ്മർദ്ദം, പിന്നെ കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ, രക്തത്തിൽ ഡിസ്ലിപ്പിഡീമിയ എന്ന് പറയും. പിന്നെ മാറി വരുന്ന ചില ട്രെൻഡ് കാണുന്ന ഒന്ന്, മുമ്പ് ഈ പറഞ്ഞ പോലെ ഷുഗർ പ്രഷറൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഫാറ്റി ലിവർ എന്നുള്ളൊരു കാര്യം കയറി വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അതിനെ വിളിക്കുന്ന MASLD എന്നാണ് പറയുന്നത്. അത് ഞാൻ കൃത്യമായി പറയാം. പിന്നെ മാറി വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ കൊറോണ കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ജീവിതശൈലി രോഗാവസ്ഥകൾ എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ രോഗങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഏതൊക്കെയാണ് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളായി നമ്മൾ കണക്കാക്കപ്പെടുന്നത്? ഇപ്പോൾ പ്രമേഹം, രക്തസമ്മർദ്ദം, അങ്ങനെ ഒരുപാട് രോഗങ്ങളില്ല. അപ്പോൾ ഏതൊക്കെ രോഗങ്ങളാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങളായി കണക്കാക്കപ്പെടുന്നത്? ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് കയറി വരുന്ന കൊറോണ കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ കുട്ടികളുടെ സ്ക്രീൻ ടൈം കൂടുതലുകൊണ്ടുള്ള വെർച്വൽ ഡിപ്രഷൻ എന്നുള്ള രീതിയിൽ കയറി വരുന്നുണ്ട്. പിന്നെ സൂയിസൈഡ് ടെൻഡൻസി, പ്രത്യേകിച്ച് പ്രൊഫഷണൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതില് പ്രമേഹത്തിനെയും അല്ലെങ്കിൽ നമ്മൾ രക്താതിസമ്മർദ്ദത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ കേരളം ഇന്ത്യയുടെ ഡയബറ്റിക് ക്യാപിറ്റലാണ്. നമുക്കറിയാം, ആരോഗ്യ രംഗത്ത് എല്ലാ ഇൻഡെക്സിലും കേരളം രാജ്യത്തിന് മാതൃകയാണ്. ലോകത്തിന് മാതൃകയായിട്ടുള്ള പല കാര്യങ്ങളും കേരളത്തെ ആരോഗ്യ രംഗത്ത് നടത്തുന്നുണ്ട്. എന്നാൽ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഹബ്ബാണ് ഡയബറ്റിക്. ഏകദേശം 42% ആൾക്കാരാണ് 20 വയസ്സിന് മുകളിൽ പ്രീ ഡയബറ്റിക്കും ഡയബറ്റിക്കുമായിട്ട് കേരളത്തിലുള്ളത്. അത് 2030 ആകുമ്പോഴേക്കും കൂടുതൽ ഉയർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് പറയുന്നത്. അതുപോലെ പ്രഷറിന്റെ കണക്ക് എടുക്കുകയാണെങ്കിൽ യങ് സ്ട്രോക്കും, അതായത് ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന രക്താതി സമ്മർദ്ദം കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ്, അത് ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണക്കുകൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 22.6% ആൾക്കാർക്കാണ് പ്രഷർ, അതായത് ബ്ലഡ് ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം എന്നുള്ള രോഗാവസ്ഥയുള്ളത്. കേരളത്തില് അത് 49.8% രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ജില്ലയുണ്ട്. ഒരു ക്രോസ് സെക്ഷണൽ സ്റ്റഡിയിൽ 2025 നടന്നിട്ടുള്ള എറണാകുളം ജില്ലയിൽ നടന്നിട്ടുള്ള ഒരു ക്രോസ് സെക്ഷണൽ സ്റ്റഡിയിൽ 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ, വ്യക്തികളിൽ 49% രക്താതി സമ്മർദ്ദം രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണുന്നത്. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടി വരാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ സാഹചര്യം മാറ്റത്തിനനുസരിച്ച് ഉള്ളത് കൊണ്ട് തന്നെയാണോ? അതായത് നമ്മളിപ്പോൾ ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഫോണിൻ്റെ ഉപയോഗം, കമ്പ്യൂട്ടർ അതുപോലുള്ള ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടി വരാനുള്ള കാരണമാവുമോ? തീർച്ചയായിട്ടും. നമുക്ക് ഏതൊരു അസുഖവും അത് അസുഖമായി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പിഡമോളജിക്കൽ ട്രയാഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ആ രോഗം ഉണ്ടാവാനായിട്ടൊരു ഹോസ്റ്റ് ഉണ്ടാവണം, രോഗം പുറത്തു വരുന്നതിനുള്ളൊരു എൻവിറോൺമെന്റ് ഉണ്ടാവണം, പിന്നെ അത് കോസ് ചെയ്യുന്ന ഒരു കാരണം ഉണ്ടാവണം. അപ്പൊ ഇതില് ഇപ്പോ ജനിതകപരമായിട്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗാവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതകൾ നമുക്കുണ്ട്. അപ്പോ അതിനെ പറ്റിയൊരു സാഹചര്യം കൂടി വരുമ്പോഴാണ് അത് അസുഖമായിട്ട് പരിണമിച്ച് അസുഖം പുറത്തേക്ക് വരികയാണ് ചെയ്യുക. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ എന്റെ അച്ഛനോ എന്റെ അമ്മയ്ക്കോ ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ട്, പ്രമേഹമുണ്ട്, എന്റെ രക്താതി സമ്മർദ്ദം ഉണ്ടെന്ന് വിചാരിക്കുക. അതുകൊണ്ട് മാത്രം എനിക്ക് വരണമെന്നില്ല. അത് വരാനുള്ള സാധ്യത എന്നിൽ കൂടുതലാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിനനുസരിച്ചുള്ള എന്റെ ജീവിതശൈലി ആ രീതിയിലേക്ക് വരികയാണെങ്കിൽ മാത്രമാണ് എനിക്ക് അത്തരത്തിലുള്ള അസുഖം പുറത്തേക്ക് വരുള്ളൂ. നേരെ മറിച്ച് അത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു അറിവ് എനിക്ക് ഉണ്ടാവും. അവിടെ എന്റെ അച്ഛനോ എന്റെ അമ്മയ്ക്കോ അല്ല രണ്ടുപേർക്കും ഇന്ന അസുഖങ്ങളുണ്ട്, അപ്പൊ അത് എനിക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അത് വരാത്ത രീതിയിലുള്ള ഒരു ജീവിതശൈലി ഞാൻ മെച്ചപ്പെടുത്തുകയാണ് എന്റെ ജീവിതത്തിലൂടെ ചെയ്യേണ്ടത്. അപ്പൊ അത്തരത്തിൽ വരുന്ന സമയത്ത് തീർച്ചയായും നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡോക്ടർ, അതുപോലെ തന്നെ ഈ BP, ഷുഗർ, ഹൃദയരോഗം, സ്ട്രോക്ക് തുടങ്ങിയവയല്ലാതെ എന്താണ് പുതുതായിട്ട് കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങൾ?
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് രണ്ട് മൂന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്ന ഒരു അസുഖമുണ്ട്. അത് ഒരുവിധം വളരെ കോമൺ ആയിട്ടുള്ള അസുഖമാണ്. ഇപ്പൊ അതിന്റെ പുതിയതായിട്ടുള്ള ടെക്നിക്കൽ ടൈം എന്ന് പറയുന്നത് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റീറ്റോട്ടിക് ലിവർ ഡിസീസ്, MASLD എന്ന് ഒരു നാമധേയം, ഒരു ടെക്നിക്കൽ ടേമാണത്. ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ കരൾ, ലിവറിൽ പല കാരണങ്ങൾ കൊണ്ട് കൊഴുപ്പടിഞ്ഞു കൂടുന്നു. അതിൽ പല സ്റ്റേജുകളുണ്ട്. അത് കൊഴുപ്പടിഞ്ഞു കൂടുന്നതോടെ ലിവറിന്റെ നോർമലായിട്ട് സെൽസിനെ അത് നശിപ്പിക്കുന്നു. അത് പതുക്കെ പതുക്കെ സിർഹോസിസിലേക്ക് പോകുന്നു. ചിലപ്പോൾ അത് ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമ, ലിവർ ക്യാൻസറിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. അതാണ് ഒന്ന് കയറി വരുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടം കഴിഞ്ഞ ശേഷം സ്ക്രീൻ ടൈം ഒരുപാട് കൂടുന്നുണ്ട്, പ്രത്യേകിച്ച് അഡോളസന്റ് കൗമാരക്കാരിലും കുട്ടികളിലും. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ചുറ്റും നോക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് അടിയാണെങ്കിൽ ഉടനെ അമ്മമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കുകയില്ല. ഭക്ഷണം കഴിക്കാനായിട്ട് മുമ്പ് നമ്മൾ അമ്പിളിമാമനെ കാണിച്ചു കൊടുക്കാനോ പോയിരുന്നെങ്കിൽ ഇപ്പൊ നേരെ ഫോണാണ് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ TV ആണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പതുക്കെ പതുക്കെ സ്ക്രീൻ ടൈം കൂടുമ്പോൾ ഒരു ഇമോഷണൽ ഡിസ്റെഗുലേഷൻ വരുന്നുണ്ട് കുട്ടികളിൽ. അപ്പോൾ കൃത്യമായിട്ട് ഇമോഷൻസ് എങ്ങനെ എക്സിബിറ്റ് ചെയ്യണം, അവസരത്തിനനുസരിച്ചുള്ള ഇമോഷൻസും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവും കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. അതേ സംഭവത്തിനാണ് നമ്മൾ പതുക്കെ പതുക്കെ വെർച്വൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നമ്മൾ അതിന് കൊടുക്കുന്നുണ്ട്. വെർച്വൽ ഡിപ്രഷൻ അത് ഒരുപാട് കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഗെയിമിങ്, ഇന്റർനെറ്റ് ഗെയിമിങ് അതുപോലുള്ള കാര്യങ്ങളും ഇതിനെ ആക്കം കൂട്ടുന്ന വസ്തുതകളാണ്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ജീവിത രീതി, ഇതൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ ബാധിക്കുന്നു? തീർച്ചയായിട്ടും. അതായത് ഭക്ഷണത്തെ കുറിച്ച് ആദ്യം പറയാം. ഭക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു എന്നുള്ളതാണ് ഘടകം. നമ്മുടെ ഓരോരുത്തരുടെയും ആക്ടിവിറ്റി, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി അനുസരിച്ച്, നമ്മുടെ ശാരീരിക അധ്വാനം, ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ശാരീരിക അധ്വാനത്തിനനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിൽ വ്യത്യാസം വരാം. എന്നാൽ അതിന്റെ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് എത്ര കാർബോഹൈഡ്രേറ്റ് നമുക്കറിയാം, എത്ര പ്രോട്ടീൻ വേണം, എത്ര ഫാറ്റ് വേണം. ഫാറ്റിൽ തന്നെ പ്രത്യേകിച്ച് നമ്മൾ മാറി വരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പോ നമുക്ക് ഓൺലൈൻ ഫോണിലൂടെ ഞെക്കിക്കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള ആപ്പുകൾ നമ്മുടെ മുഖാന്തരം വീട്ടിലേക്ക് ഭക്ഷണം എത്തിച്ചേരുന്ന സംവിധാനമുണ്ട്. അതുപോലെ റെഡി ആയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ്സ് ഒരുപാട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പാക്കേജുകളായി കിട്ടുന്നു. കൂടെ മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ വരുന്നു, ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ്. ഇത്തരത്തിലുള്ള ഈ സാച്ചുറേറ്റഡ് ഫുഡ്, ഫാറ്റ് ഒരുപാടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടികൾ പ്രത്യേകിച്ച് കഴിക്കുന്നത് കാരണം, പ്രത്യേകിച്ച് ഈ അഡോളസൻസ് കഴിക്കുന്നത് കാരണം, അവരിൽ കണ്ടുവരുന്ന ഒബീസിറ്റിയുടെ അളവ് വളരെ വേദനിപ്പിക്കുന്ന കണക്കായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് കൂടുതൽ വരുന്നുണ്ട് ഇത്തരത്തിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഈ ബാലൻസ്ഡ് ഡയറ്റില് കാർബോഹൈഡ്രേറ്റ് എത്ര വേണം, പ്രോട്ടീൻ എത്ര വേണം, ഫാറ്റ് എത്ര വേണം, അതിനോടൊപ്പം തന്നെ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ആവശ്യത്തിനുള്ള വെള്ളത്തിന്റെ അളവ്, ഇതെല്ലാം കൂടി കൃത്യമായിട്ടുള്ള ഒരു ധാരണ എത്രത്തോളം വേണമെന്നുള്ളത് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതോടൊപ്പം സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, മാറി മാറി വരുന്ന ഈ ജോലിയുടെ പ്രത്യേകിച്ച് പ്രൊഫഷണൽ ജോലിക്കാരുടെ ജോലിയുടെ സ്വഭാവം അത് പലർക്കും അറിയാം. അത് ഒരു പരിധിയുടെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. എന്നിരുന്നാലും ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ഭക്ഷണം കഴിക്കുക, ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുക, കൃത്യമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക, വൈകുന്നേരം ഭക്ഷണം കഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുക, ആ രീതിയൊക്കെ മാറ്റി ഒരു ചിട്ടയായിട്ടുള്ള ഭക്ഷണ രീതി, ഭക്ഷണ ക്രമീകരണം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷണത്തിന്റെ ശീലം. കാരണം ഭക്ഷണത്തിലൂടെ ഒരുപാട് കെമിക്കൽസ് നമ്മുടെ ബ്രെയിനിൽ റിലീസ് ആവുന്നുണ്ട്. അതിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് പല പ്രോസസ്ഡ് ഫുഡ്സും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നെല്ലും പതിരും തിരിച്ചറിയുക എന്ന് പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള ധാരണയോടെ നമ്മൾ ഭക്ഷണത്തെ സമീപിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിത ശൈലി ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയും ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരവും ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചു ഈ ജോലിയുടെ കാര്യം. പലപ്പോഴായി നമുക്ക് പല നേരങ്ങളിലായിരിക്കും ജോലി സമയം ഉണ്ടാവുക. ചില സമയങ്ങളിൽ നമ്മൾ രാത്രി അതിലേറെ ഇരുന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ചില IT മേഖലയിലടക്കം രാത്രിയായിരിക്കും ജോലി ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സാഹചര്യം, അതുപോലെ ഉറക്കക്കുറവ്, ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളെ ബാധിക്കാറില്ലേ? തീർച്ചയായിട്ടും ബാധിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ജോലി, പക്ഷെ നമുക്ക് നമ്മളെ അന്നം ജോലിയാണല്ലോ. അത് മാത്രമല്ല മാനസികോല്ലാസവും നമുക്ക് തരുന്നുണ്ട് ജോലി. അപ്പൊ തീർച്ചയായിട്ടും ജോലി നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമില്ല. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിത ശൈലി ക്രമീകരിക്കുക എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പൊ ഞാനൊരു സെക്യൂരിറ്റി ജീവനക്കാരനാണെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് രാത്രിയാണ് ജോലി, ഒരു 12 മണിക്കൂർ, 8 തൊട്ട് 8 വരെ ജോലി സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാപ്പി കുടിക്കുക, ഉറക്കം വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ രാത്രി പുലർച്ചെ 2-3 മണിക്ക് ഭക്ഷണം കഴിക്കുക.
അത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് അങ്ങനെയല്ല. ഇത് നമുക്ക് മിക്കവാറും ഷിഫ്റ്റ് ആയിട്ടായിരിക്കും ജോലി കൂടുതലും വരും. ഇപ്പൊ IT മേഖലയിലും എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഡോക്ടർമാരാണെങ്കിലും എല്ലാ മേഖലയിലും അങ്ങനെ ഷിഫ്റ്റ് ആയിട്ടായിരിക്കും കൂടുതൽ ജോലി വരിക. അപ്പൊ അതിനനുസരിച്ചുള്ളൊരു ജീവിതശൈലി നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പറയേണ്ടത് ഉറക്കമാണ്. ഉറക്കത്തിന്റെ കാര്യത്തിൽ പറയാനുള്ളത് നമ്മുടെ തലച്ചോറ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സമയത്ത് എവല്യൂഷനിൽ രാത്രിയാണ് നമുക്ക് വെളിച്ചില്ലാത്ത അവസ്ഥ. പകല് നമുക്ക് സൂര്യപ്രകാശം കിട്ടുന്ന അവസ്ഥയുണ്ട്. അതിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലുള്ള ക്ലോക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മുടെ ഭക്ഷണ ക്രമീകരണവും ഉറക്കവും എല്ലാം ഇൻഹറന്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പൊ രാത്രി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ലേറ്റ് നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതിനനുസരിച്ച് പ്രത്യേകിച്ച് പകല് കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ രാത്രി ജോലി ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ഇരുട്ട് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഉറങ്ങാൻ. അല്ലെങ്കിൽ ആ ഉറക്കത്തിന്റെ സ്വഭാവത്തെ അത് ബാധിക്കും. നമ്മുടെ ശരീരം തെറ്റായ രീതിയിലായിരിക്കും പ്ലാനിങ് നടത്തുക. ഇതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രമേഹ രോഗികളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം, നമ്മള് ഈ പ്രമേഹം എന്നുള്ള രോഗാവസ്ഥ നമ്മുടെ രക്തത്തിൽ അമിതമായിട്ട് ഷുഗറിന്റെ അളവ് കൂടുക, ഗ്ലൂക്കോസിന്റെ അളവ് കൂടുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും പൊതുവേ നമുക്ക് തോന്നാറില്ല എന്നുള്ളതാണ് ജനതയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഞാനടക്കമുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അതായിരിക്കാം. ഇതിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ എല്ലാ ദിവസവും കണ്ണാടി നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മുഖത്ത് വലിയൊരു മാറ്റം, ഇപ്പൊ ഇന്നലത്തേക്കാളും ഇന്നത്തേക്ക് ഒരു മാറ്റം, ഒരു കുരു വരികയോ അല്ലെങ്കിൽ മൊത്തത്തിൽ മുറിവ് ഉണ്ടാവുകയോ എന്നല്ല, അതിനേക്കാൾ ഉപരി മറ്റൊരു പ്രകടമായിട്ടൊരു മാറ്റം നമുക്ക് തോന്നില്ല ഓരോ ദിവസം കണ്ണാടി നോക്കുമ്പോൾ. എന്നാൽ ഒരു 10 വർഷം മുമ്പുള്ള ഒരു ഫോട്ടോ, നമ്മളൊരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോ ഇതായിരുന്നു ഞാൻ നമ്മൾ ചിന്തിക്കും, അല്ലെ? ഇങ്ങനെയായിരുന്നു ഞാൻ നമ്മൾ ചിന്തിക്കും. അതുപോലെയാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെ പ്രശ്നം. എന്താ വെച്ചാൽ പതുക്കെ പതുക്കെ, അതായത് നിശബ്ദനായ കൊലയാളി എന്നാണ് ഈ പ്രമേഹം അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ എന്നുള്ള അസുഖങ്ങൾ നമ്മൾ വിളിക്കുക. അതിന് കാരണം പതുക്കെ പതുക്കെയാണ് ഈ ഡാമേജ് ഉണ്ടാക്കുക. പ്രത്യേകിച്ച് രക്തക്കുഴലിലാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുക. അതുമൂലം അവയവങ്ങളെ അത് ബാധിക്കും. അപ്പൊ ഇതില് പേടിപ്പെടുത്തുന്ന ഒരു കണക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2025 DMJ പബ്ലിക് ഹെൽത്തിൽ പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡി പ്രകാരം 48% പേരാണ് നാഡീവ്യൂഹത്തെ ബാധിച്ചിട്ട് അത് ട്രീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്താണ് തങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ടെന്ന് അറിയുന്നത്. 48% ആൾക്കാർ അത് അൺഡയഗ്നോസ്ഡ് ആണ്. അതായത് കോംപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അവിടെ എന്തുകൊണ്ട് കോംപ്ലിക്കേഷൻസ് വന്നു എന്നുള്ള അസുഖം ഡയഗ്നോസ് ചെയ്യുന്നത്. ഡയബറ്റിസ് ആയിരുന്നു. 28% ആൾക്കാർക്കാണ് കണ്ണിന്റെ നേത്രപടലം, ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടായിട്ട് കാഴ്ചശക്തി കുറഞ്ഞ ശേഷമാണ് ഡയബറ്റിസ് ആയിരുന്നു ഇതിന് കാരണം നമ്മൾ തിരിച്ചറിയുന്നത്. അത് ഡയഗ്നോസിസ് ലേറ്റ് ആകുന്നതുകൊണ്ടാണ്. അതുപോലെ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്ന് പറയുന്ന നമ്മുടെ കാലിലേക്ക്, നമ്മുടെ കൈക്ക് രക്തോട്ടം കുറയ്ക്കുന്ന രീതി, അതുകൊണ്ടുണ്ടാകുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസ് കാരണം കുറച്ചുകൂടെ നടക്കുമ്പോൾ വേദന വരുന്നു, നടക്കാൻ പറ്റുന്നില്ല, കാലില് മുറിവ് ഉണങ്ങുന്നില്ല. ഇത്തരത്തിൽ കണ്ടു 46% ആൾക്കാർക്കാണ് അത് ഡയബറ്റീസ് കൊണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് മനസ്സിലാവുന്നത്. അപ്പോ അതാണ് അവിടെ പതിയിരിക്കുന്ന അപകടം. അപ്പൊ പ്രമേഹ രോഗികൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം ആദ്യം ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതും, തങ്ങളുടെ വീട്ടിൽ ജനിതകപരമായിട്ട് എനിക്ക് ഷുഗർ ഉണ്ടെങ്കിൽ മറ്റാൾക്ക് ഷുഗർ വരാം, അത് വരാനുള്ള സാധ്യത ആർക്കാണോ കണ്ടെത്തി അവരെ കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം ഒന്ന്. രണ്ടാമത്തെ കാര്യം, മരുന്ന് കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിർബന്ധമായിട്ടും ഷുഗർ കൺട്രോൾ ആയിരിക്കണം. അതെന്താണ് ചെയ്യുന്നത്? പ്രോപ്പറായിട്ട് എക്സസൈസ്, ഭക്ഷണ ക്രമീകരണം, കൃത്യമായിട്ടുള്ള ഇടവേളയിൽ ചെക്ക് ചെയ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്നിന്റെ സപ്പോർട്ട് വേണ്ടി വരും. അതിലൊരു സംശയം വിചാരിക്കരുത്. പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ചെയ്താൽ തന്നെ ഇത് ക്യൂറബിൾ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട്. ഡയബറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ള ഷുഗർ ആണെന്ന് വിചാരിക്കാം, ഡയബറ്റിസ് ആണെന്ന് വിചാരിക്കാം. കുറച്ച് തടിയായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എക്സസൈസിലൂടെ 10% വരെ ബോഡി വെയിറ്റ് കുറച്ച് പറ്റുകയാണെങ്കിൽ, കൃത്യമായിട്ടുള്ള ആഹാര രീതിയും ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഡയബറ്റിസ് എന്നുള്ള അസുഖം മാറാ രോഗമല്ല എന്നുള്ളതും മാറുന്ന അവസ്ഥയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതിനിടയ്ക്കിടയ്ക്ക് കൃത്യമായിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, കിഡ്നി ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, കൃത്യമായിട്ടൊരു ചികിത്സകന്റെ, ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതുണ്ട്. പറയൂ ഡോക്ടർ. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകനുണ്ട്, മധു കാഞ്ഞങ്ങാടിൽ നിന്ന്. മധു, ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ഈ ഫുഡിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഫുഡ് പ്രിപ്പറേഷനിൽ ഉപയോഗിക്കുന്ന ഈസ്റ്റ്, അപ്പക്കാരം, സോഡാപ്പൊടി, ഇതൊക്കെ ശരീരത്തിന് ദോഷകരമാണോ? ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയോ? ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോൾ മധു ചോദിക്കുന്നത്, അതായത് അപ്പക്കാരം, സോഡാപ്പൊടി എന്നിവ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ ബാധിക്കുന്നില്ല, അതെങ്ങനെയാണ് എന്നാണ്.
തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും വയറിന് എരിച്ചിലുണ്ടാക്കുന്ന സാധനങ്ങളാണ് അതെല്ലാം. അപ്പക്കാരം അത് നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട്. അത് പ്രത്യേകിച്ച് ആഡ് ചെയ്യുന്നത് ക്രിസ്പി ആക്കാനാണ്, ഭക്ഷണം ഒന്നും കൂടി അട്രാക്റ്റീവ് ആക്കാനും ക്രിസ്പി ആക്കാനും പിന്നെ അതുപോലെ ഈ പതപ്പിക്കാനും ഇതൊക്കെയാണ് ഈ ഇത്ര വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പരിധി വരെ അതിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് കാര്യം. അതായത് വയറിനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതിന് നേരിട്ട് പ്രമേഹമോ അല്ലെങ്കിൽ മറ്റ് ജീവിതശൈലി രോഗാവസ്ഥകൾക്ക് ഈ വയറിനെ സംബന്ധിക്കുന്ന ഗ്യാസ്ട്രൈറ്റിസ് അല്ലാതെ മറ്റ് രോഗാവസ്ഥകൾക്ക് ഉണ്ടാക്കുമ്പോഴുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടില്ല. പക്ഷെ നമുക്കറിയാം വയറിനെ ബാധിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് കാര്യം. ഡോക്ടർ മധുവിന് മനസ്സിലായെന്ന് തോന്നുന്നു. നേരത്തെ പ്രമേഹത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. തുടരാം. പ്രമേഹത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യാനുള്ള കാര്യം പ്രമേഹം എന്നൊരു അവസ്ഥ മാത്രമായി കാണാതെ അതിന്റെ കോംപ്ലിക്കേഷൻസ് നേരത്തെ പറഞ്ഞു പോലും. മറ്റേ ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിന്റെ നേത്രഫലത്തെ ബാധിക്കുന്ന അവസ്ഥ, കാഴ്ച പോയാൽ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ കാഴ്ച പോയി കഴിഞ്ഞിട്ട് അയ്യോ അതിങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്ന് ആലോചിക്കുന്നതിന് അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെ? നമ്മളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ തന്നെ കിഡ്നിയുടെ അസുഖം, പിന്നെ കാലിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഡയബറ്റിക് ഫുഡ് അൾസർ, അതായത് ഒരു പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്ന വലിയൊരു പ്രശ്നം ഈ ഇത്തരത്തിലുള്ള അൾസറുകൾ, മുറിവുകൾ ഉണ്ടാവും. അത് ഉണങ്ങില്ല, കാരണം രക്തയോട്ടം കുറവാണല്ലോ. ഇതൊക്കെ ആംപുട്ടേഷനിലേക്ക് പോകും. ആംപുട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ചു മാറ്റുന്ന അവസ്ഥ, കാല് പതുക്കെ മുറിച്ചു മാറ്റുന്ന അവസ്ഥ. പഠനങ്ങൾ തെളിയിക്കുന്നത് 10% ഇത്തരത്തെ ആംപുട്ടേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ത്യയിൽ നടക്കുന്ന ആംപുട്ടേഷനിൽ, അതായത് ആക്സിഡന്റ് കൊണ്ട് ഉള്ള അവസ്ഥയല്ല, അത് നടത്തുന്ന ആംപുട്ടേഷനുകളിൽ കയ്യോ മുറിച്ചു മാറ്റുന്നതിൽ 80% വരുന്നതും ഡയബറ്റീസിന്റെ കാരണം കൊണ്ടാണ്. ഡയബറ്റീസ് അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസ്. അപ്പൊ അത് കോംപ്ലിക്കേഷൻസ് നമ്മൾ കൃത്യമായിട്ട് ഒരു ചികിത്സകനെ കണ്ട് കൃത്യമായിട്ടുള്ള ഇടവേളയിൽ, കണ്ണാണെങ്കിലും വൃക്കയാണെങ്കിലും ഇത്തരത്തിലുള്ള രക്തയോട്ടത്തിന്റെ കാര്യമാണെങ്കിലും നമ്മൾ കൃത്യമായി ചെക്ക് ചെയ്ത് പോകേണ്ട കാര്യമുണ്ട്, സ്ക്രീൻ ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ നമ്മൾ പൈസയുടെ ലാഭം നോക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നത്തെ ആരോഗ്യ സംവിധാനത്തിൽ നമ്മുടെ ഗവൺമെന്റ് സർവീസ് ഒരുപാട് ലഭ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് സ്ക്രീനിങ്ങിനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ മാനസിക പ്രശ്നങ്ങൾ ജീവിതശൈലി രോഗങ്ങളായി കണക്കാക്കാൻ പറ്റുമോ? അത് നല്ലൊരു ചോദ്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് കയറി വരുന്ന, അതിന്റെ തോത് ഒരുപാട് വർദ്ധിച്ചു വരുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുവരുന്നത് സൈക്യാട്രി ഒപിയിലും ഇപ്പൊ സൈക്യാട്രിസ്റ്റോട് ചോദിച്ചാൽ അവർ കൃത്യമായി പറയുന്നത് അതിന്റെ കണക്ക് ഒരുപാട് കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, സൂയിസൈഡിന്റെ റേറ്റ്, ഇതൊക്കെ ഒരുപാട് കൂടി വരുന്നത് കാണുന്നുണ്ട്. ഇപ്പൊ ജീവിതശൈലി രോഗങ്ങളായിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈവൻ ഡിമെൻഷ്യ അടക്കം ഇത് കൂടി വരുന്നത് കാണുന്നുണ്ട് പോസ്റ്റ് കോവിഡില്, കൊറോണ കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ. അതിലൊക്കെ പക്ഷേ കൃത്യമായിട്ട് ന്യൂറോളജിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ജീവിതശൈലിയായിട്ട് നേരിട്ട് അതിനെ ബന്ധപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ വെർച്വൽ ഡിപ്രഷൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം, വെർച്വൽ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം കയറി വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ കാലഘട്ടം സംബന്ധിച്ച് സംഭവിച്ചു, കൂടുതലും നമ്മൾ സോഷ്യലൈസേഷൻ കുറഞ്ഞു, വീടിനകത്തിരുന്നു, കുഞ്ഞുങ്ങളാണെങ്കിൽ സ്കൂളിൽ പോകാൻ കഴിയാതെ സ്ക്രീനിന്റെ മുമ്പിൽ നമ്മൾ തന്നെ അവർക്ക് ടിവിയോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ വെച്ച് കൊടുത്തു. അതൊരു ശീലമായി മാറി. സ്ക്രീൻ ടൈം കൂടുമ്പോൾ എന്ത് സംഭവിച്ചു? നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് അഡോളസന്റ് ഏജിലും മുതിർന്ന കുട്ടികളിലും ഈ ഇമോഷണൽ ഡിസ്റെഗുലേഷൻ വന്നു തുടങ്ങി. അപ്പോൾ അവർക്ക് പെട്ടെന്ന് വരുന്ന ദേഷ്യം, അത് അൺകൺട്രോൾഡ് ആയി വരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതിന് വെർച്വൽ ഡിപ്രഷൻ ഒരു വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളതും നമുക്ക് നേരിട്ട് അങ്ങനെ ജീവിതശൈലി രോഗാവസ്ഥ പറയാൻ കഴിയില്ല. ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, സോഷ്യലൈസേഷൻ വരുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ചില നല്ല ഹോർമോൺസ്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകയുണ്ട്, ജിൻസി കുന്നംകുളത്ത് നിന്ന്. ജിൻസി, ചോദിക്കാം ഡോക്ടറോട്. കോൾ കട്ടായെന്ന് തോന്നുന്നു, ഡോക്ടറിന് തുടരാം. അപ്പോൾ സെറോട്ടോണിൻ അല്ലെങ്കിൽ ഇപ്പോൾ ഓക്സിറ്റോസിൻ മുതലായിട്ടുള്ള ഹോർമോൺസ് നമ്മുടെ തലച്ചോറിൽ ഉത്ഭവിക്കുകയും സോഷ്യലൈസേഷനിലൂടെ. അപ്പൊ ഇത്തരത്തിലുള്ള ഫിസിക്കൽ കൂട്ടായ്മകൾ നമ്മളത് പ്രത്യേകിച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. കളിസ്ഥലങ്ങൾ ഉണ്ടാവണം, ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവണം. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ കുട്ടികളിലും അഡോളസന്റ് ഏജ് ഗ്രൂപ്പിലും വർദ്ധിച്ചു വരുന്ന ഒബീസിറ്റി, പൊണ്ണത്തടി. അപ്പൊ അത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക്. പിന്നെ മറ്റൊരു വലിയൊരു വാക്കുള്ളത്, അതായത് ശരീരം നോർമലായിരിക്കും, അതായത് പൊണ്ണത്തടി ഉണ്ടാവില്ല, ബോഡി വെയിറ്റ് നോർമലായിരിക്കും, പക്ഷെ അവർക്ക് മെറ്റബോളിക് സിൻഡ്രോംസ് ഉണ്ടാവും. അത് പ്രത്യേകിച്ച് അഡോളസന്റ് ഏജിൽ. അതായത് ഷുഗർ കുറച്ച് കയറി നിൽക്കുന്നുണ്ടാവും, പ്രഷർ കുറച്ച് കയറി നിൽക്കുന്നുണ്ടാവും, കൊളസ്ട്രോളിന്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും.
പക്ഷെ അവരെ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ സ്കിന്നി ഫാറ്റ് അങ്ങനെ വളരെ കൊളോക്കിലായിട്ട് പറയുക. അപ്പൊ അവരെ നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല ഇവർക്ക് ഇങ്ങനെയൊക്കെ അസുഖം ഉണ്ടാവും എന്നുള്ളത്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഡോക്ടർ അതുപോലെ തന്നെ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളതാണ്, ഇപ്പോൾ പലപ്പോഴായി നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനമായാലും വർക്ക് പ്രഷർ കൂടുതലുണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഈ വർക്ക് പ്രഷർ കൂടുതലുണ്ടാകുമ്പോൾ മാനസികമായിട്ട് നമ്മൾ വളരെ തളർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ ഇതിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. കാരണം വർക്ക് പ്രഷർ മാത്രമല്ല, മാനസിക സമ്മർദ്ദം വരുന്ന രീതിയിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് ശരീരത്തിലുള്ള സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യും. അപ്പൊ അതൊരു സേഫ്റ്റി മെക്കാനിസം, ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ശരീരത്തിന്റെ. പക്ഷെ അത് നമ്മളെ ദോഷമായിട്ട് ഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുന്നത്, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ എന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം കാരണം എനിക്ക് ഒരു ദിവസം ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കാം. അടുത്ത ദിവസം നോക്കുമ്പോൾ എന്റെ ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും, സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. അതുപോലെ ഇപ്പൊ പലരും പറയാറുണ്ട്, ഷുഗർ നോക്കിയിട്ട് കുറച്ച് കൂടുതലായി കണ്ടുവരുമ്പോൾ അവർ പറയും അത് ഞാൻ 2 ദിവസം മുമ്പ് ഇത് വീട്ടിൽ ഒരു മരണം ഉണ്ടായിരുന്നു, 2 ദിവസം ഉറക്കം ശരിയായിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സ്ട്രെസ് സിറ്റുവേഷൻസ് വരുമ്പോൾ, ഇപ്പൊ ജോലിഭാരം, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ജോലിഭാരം കൂടുമ്പോൾ സ്ട്രെസ് ഹോർമോൺസ് കൂടുതൽ റിലീസ് ആവുന്ന സമയത്ത് നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാവുന്ന മാറ്റം, ഒന്ന് രക്തത്തിൽ കൂടി വരുന്ന ഷുഗറിന്റെ അളവ്, കൊളസ്ട്രോളിന്റെ അളവ് കൂടും, പ്രഷർ കൂടും, ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ കാര്യമായിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ നാച്ചുറലി ജീവിതശൈലി രോഗാവസ്ഥയിലേക്ക് തള്ളുന്ന സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ടത് മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുറഞ്ഞു വരുന്നത് ഈ സോഷ്യലൈസേഷന്റെ അഭാവമാണ്. അതായത് സോഷ്യലൈസേഷൻ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിലും നമ്മുടെ ഫോണിന്റെ അതിപ്രസരം, ഫോൺ എന്നുള്ളൊരു വസ്തു നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. പക്ഷെ അതിനെ കഴിഞ്ഞ 2017 തൊട്ടൊക്കെയാണ് ശരിക്കും ഇത്രത്തോളം ജനകീയമായി മാറിയത് ഫോൺ. അതിപ്പോ നമ്മുടെ വലിയൊരു സുഹൃത്തുമാണ്, എന്നാൽ നമ്മുടെ ഒരു വലിയൊരു ശത്രുവായിട്ട് മാറുന്ന ഒരു അവസ്ഥയെ കാണുന്നത്. കാരണം നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വെന്റിലേഷൻ, ഇപ്പൊ പ്രത്യേകിച്ച് ജോലി സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, എനിക്കിത് കഴിയുന്നില്ല, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ ഫിസിക്കലി പറയുമ്പോൾ നമുക്കൊരു മെന്റൽ സപ്പോർട്ട് മറ്റു ഭാഗത്ത് കിട്ടാനുള്ള സാധ്യത ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പകുതിയാണ്. ഞാനൊന്ന് ഇടപെടുകയാണ്. ഒരു പ്രേക്ഷക കൂടിയുണ്ട്, ഷീബ കണ്ണൂരിൽ നിന്ന്. ഷീബ, ഡോക്ടറോട് ചോദിക്കാം. എന്റെ മോനെ ഒരു 16 വയസ്സുള്ളൊരു കുട്ടിയാണേ. ഹലോ, കേൾക്കാം. എന്റെ മോന് ഒരു 14 വയസ്സുള്ള കുട്ടിയാണ്. അവന് ഇടക്കിടക്ക് എന്താ ഭക്ഷണം കഴിക്കും വയറുവേദന വരുക. ഷീബ, ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? സ്കാനിങ് ഒക്കെ ചെയ്ത് കുറക്കാം. പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാ പറഞ്ഞത്, പക്ഷെ വയറുവേദന വിട്ടു പോകുന്നില്ല. ഇടയ്ക്ക് വയറുവേദന വരുവാ. ഡോക്ടർ കേൾക്കാമോ? ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുവാണ്, അത് മാറുന്നില്ല എന്നാണ്. ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ, പറഞ്ഞോളൂ. 14 വയസ്സുള്ള കുട്ടി പൊതുവെ വയറുവേദന സ്കാൻ ചെയ്ത് നോർമലാണ്, പൊതുവെ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ വയറുവേദന ഒട്ടും മാറുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു സാധ്യത, ഇതിപ്പോ നമ്മൾ നേരിട്ട് ആളെ കാണുന്നില്ല, ഒരു സാധ്യത വരുന്ന മീസെൻട്രിക് ലിംഫോഡെനൈറ്റിസ് എന്നൊരു കഴല വീക്കം നമ്മൾ പറയും, വയറിനകത്തുള്ള ചില കഴലുകളുടെ വീക്കം. അതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇടയ്ക്കിടയ്ക്ക് വരുന്ന വേദന എന്ന് അവർ പറഞ്ഞു കൃത്യമായിട്ട്, ഇപ്പോഴും ഒരേപോലെ നിൽക്കുന്നില്ല എന്നവർ പറഞ്ഞു. അപ്പൊ അതിനൊരു സാധ്യതയുള്ളത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ചെറിയ ഇൻഫെക്ഷൻസ് ആവാം, അതാവാം. അല്ലെങ്കിൽ പൊതുവെ നമുക്ക് കണ്ടുവരുന്ന ബേക്കറി ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് മൈദയുടെ പ്രോഡക്ട്സ് ഒക്കെ കൂടുതൽ കഴിക്കുമ്പോൾ, അത് ഈ ബിസ്ക്കറ്റ് ഇതുപോലത്തെ പ്രോഡക്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ കൂടുതലായിട്ടും ഇത്തരം കുട്ടികൾക്ക് അത് കൂടുതലായി വരാറുണ്ട്. അപ്പൊ നമ്മൾ സ്കാൻ ചെയ്യും, മറ്റു വിദഗ്ധ പരിശോധന ചെയ്യുമ്പോൾ വേറെ പ്രശ്നമൊന്നും കാണാറുമില്ല. അത് ഒരു 4-5 ദിവസം അത് ചെറിയ രീതിയിൽ നിന്നിട്ട് അങ്ങനെ കുറയാറുണ്ട്. പൊതുവെ അങ്ങനെയാണ് കാണാറുള്ളത്. പിന്നെ അറിയേണ്ടത് വേദന എവിടെ വരുന്നു, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതൊക്കെയാണ്. അത് കൃത്യമായിട്ടൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ എനിക്ക് ഇതിൽ ഈ പൊതുജനാരോഗ്യപരമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ബേക്കറി ഐറ്റംസ് കുറയ്ക്കുകയും പ്രത്യേകിച്ച് കുട്ടികൾക്ക് വീട്ടിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കാതെ വരുന്ന പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ. വെള്ളം കൂടി നമ്മൾ ശ്രദ്ധിക്കാറില്ല, പ്രത്യേകിച്ച് ഇപ്പൊ മഴക്കാലത്തൊക്കെ. അത് നിർബന്ധമായിട്ട് കുടിപ്പിച്ച് ശീലിപ്പിക്കേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ ഷീബക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് മാനസിക പ്രശ്നങ്ങൾ ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ്. ഡോക്ടർക്ക് തുടരാം. തീർച്ചയായിട്ടും. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ റിക്രിയേഷൻ ഉദ്ദേശിക്കുന്ന വേറൊരു മാനം എന്ന് പറയുന്നത്,
നമ്മൾ വെറുതെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളതല്ല. അതായത് ഫിസിക്കൽ റെസ്റ്റ് നമുക്ക് ആവശ്യമാണ്, കൃത്യമായിട്ടുള്ള ഉറക്കം നമുക്ക് ആവശ്യമാണ്. മെന്റൽ റെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വെറുതെ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല. അതായത് ഇപ്പൊ ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ എനിക്ക് പാട്ട് കേൾക്കുന്ന ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ക്രിയേറ്റീവ്, എനിക്ക് പടം വരയ്ക്കുന്ന ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ വയലിൻ വായിക്കുന്ന ഇഷ്ടമായിരിക്കും, ക്രിക്കറ്റ് കളിക്കുന്ന എനിക്ക് ഇഷ്ടമായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ചിലപ്പോൾ പാചകം ചെയ്യുന്ന ഇഷ്ടമായിരിക്കും. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സ്വയം സമയം കണ്ടെത്തി ഇടയ്ക്ക് റിക്രിയേഷൻ എന്നുള്ള ആക്ടിവിറ്റീസ് തുടരുമ്പോഴാണ് തലച്ചോറ് ഒന്നും കൂടി നമുക്ക് മനസ്സൊന്നും കൂടി ഫ്രഷ് ആകാൻ പറ്റുക. അപ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ ജോലിയിൽ ഒന്നും കൂടി നമ്മുടെ ശ്രദ്ധ കൂടുകയും നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലായി മാറാൻ പറ്റും. ഇത് ചിലർക്ക് ഫോട്ടോഗ്രാഫി ആയിരിക്കും, ഡ്രൈവിംഗ് ആയിരിക്കും ചിലർക്ക്. അപ്പൊ ഏതാണോ നമ്മുടെ മേഖല എന്നുള്ളത് നമ്മൾ സ്വയം കണ്ടെത്തുക, അവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡോക്ടർ ആകാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? നല്ല ചോദ്യങ്ങൾ. കാരണം ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ജീവിത ശൈലി കൊണ്ട് വരുന്ന രോഗാവസ്ഥകളാണ്. അതിന് കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതെല്ലാം. അപ്പോ തിരിച്ചു പറയുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് തടയാൻ കഴിയും എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ജീവിത ശൈലി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അല്ലെ, നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം ഒന്ന് ഉറക്കാണ്. കാരണം നമ്മൾ ജീവിതത്തിന്റെ തിരക്കുകൾ പെടുന്ന സമയത്ത് കൃത്യമായിട്ട് ഉറങ്ങാൻ നമ്മൾ മറന്നുപോകും, കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കാൻ നമ്മൾ മറന്നുപോകും, നമ്മുടെ അടുത്ത സുഹൃത്ത് വലയങ്ങളോട് സംസാരിക്കുക നമ്മൾ മറന്നുപോകും, അല്ലെങ്കിൽ സമയത്ത് ഭക്ഷണം കഴിക്കാൻ നമ്മൾ മറന്നുപോകും. പ്രത്യേകിച്ച് ഈ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസിലായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് നമ്മൾ കണ്ടുവരുന്നത് ആ ജോലി തീർത്തിട്ട് നമുക്കൊന്ന് ബ്രേക്ക് എടുക്കാൻ വിചാരിക്കുമ്പോൾ നടക്കില്ല. കാരണം അത് അവരവരുടെ ശരീരത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ശരീരം നോക്കിയാൽ മാത്രമേ നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുള്ളൂ, എന്നാൽ മാത്രമേ മനസ്സും ആരോഗ്യത്തോടെ ഇരിക്കുള്ളൂ. അപ്പൊ കൃത്യമായിട്ടുള്ള ഭക്ഷണം, അതിന്റെ സമയം, അതിന്റെ ക്വാളിറ്റി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അമിതമായാലും പ്രശ്നമാണ്, ക്വാളിറ്റി മോശമായാലും പ്രശ്നമാണ്. 2, ഉറക്കം ഏത് നേരം കിടന്നുറങ്ങണം എന്നുള്ളതല്ല, കൃത്യമായിട്ടുള്ള ഉറക്കം. നല്ലൊരു ഉറക്കം കിട്ടിയാൽ നമുക്ക് അടുത്ത ദിവസം നമുക്ക് മനസ്സിലാവും, ഇന്നലെ നന്നായി ഉറങ്ങിയിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവും. ഉറക്കത്തിന്റെ ക്വാളിറ്റി അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് OSA എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് തടിയൊക്കെയുള്ള ആൾക്കാർക്ക് രാവിലെ ഉറങ്ങി എണീറ്റിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഇടയ്ക്ക് കോട്ടുവായി ഇടുന്നു, ഭയങ്കര ക്ഷീണം, അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ OSA സസ്പെക്ട്. OSA എന്ന് പറഞ്ഞൊന്നുമില്ല, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ENT ഡോക്ടറെയൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഈ OSയുടെ പ്രത്യേകത, അത് കാരണം ബ്ലഡിന്റെ ഷുഗർ കൂടാം, ഷുഗറിന്റെ അളവ് കൂടാം, പ്രഷർ കൂടാം. അത് വലിയൊരു ഘടകമാണ് പ്രഷർ കൂടുന്നതിന്റെ. രക്താതി സമ്മർദ്ദം കൂടിയിട്ട് പിന്നീട് അതിന്റെ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസ്ഥയും കൂടിയാണ് ഒസാസിലുള്ളത്. അപ്പൊ ഈ OSA നമ്മൾ കൃത്യമായി ഡയഗ്നോസ് ചെയ്യണം. ഉറക്കത്തിന്റെ ക്വാളിറ്റി, അപ്പൊ ഉറക്കം, ഭക്ഷണം, പിന്നെ വ്യായാമം. മിനിമം 150 മിനിറ്റ് ഒരാഴ്ച. പറയൂ. ഞാനൊന്ന് ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിച്ചത്. സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ ശ്രീജിത്ത് H. ദാസ് ആണ്. നന്ദി ഡോക്ടർ.